ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമാകുന്ന നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിനെ വാഴ്ത്തുന്നു. പ്രാർത്ഥന ധ്വനി ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലിൽ കൂടി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനാകുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലും സ്നേഹവന്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ ദൈവം ഒരുക്കുന്ന നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ധ്വനിയുടെ വിവിധ ചാപ്റ്ററുകളിൽ നിന്നായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലായി അനേക ദേവദാസിമാർ സഹോദരങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം ഈ ഫേസ്ബുക്ക്, യൂട്യൂബിലും ചാനലിലും സംസാരിക്കുന്നു. അതൊരുമിച്ച് കണ്ട് സന്തോഷിപ്പാനും ദൈവത്തെ സ്തുതിക്കുവാനും ഒത്തിരി ദൈവത്തിന്റെ വചനങ്ങളുടെ ആഴമേറിയ കാര്യങ്ങളെപ്പറ്റി പഠിക്കുവാനും ഒക്കെ കർത്താവ് ഒരുക്കുന്ന നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മാസം നമ്മൾ ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത് മാനസാന്തരം എന്നുള്ള വിഷയമാണല്ലോ. ദൈവദാസന്മാരൊക്കെ ആ വിഷയത്തെ ആസ്പദമായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കാനായിട്ട് ഇടയായി. ജീവിതത്തിന്റെ ഏടുകളിൽ ഏറ്റവും വളരെ പ്രാധാന്യപ്പെട്ടതാകുന്ന ഒരു വിഷയമാണല്ലോ നമ്മൾ എടുക്കുവാനിടയായത്, മാനസാന്തരം എന്നുള്ള വിഷയം. അല്പനിമിഷത്തെ ചിന്തിക്കു വേണ്ടി മത്തായി സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുന്നു. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. നമ്മുടെ യേശു കർത്താവിന് മുന്നോടിയായിട്ട് ഈ ഭൂമിയിൽ കടന്നു വന്ന യോഹന്നാൻ സ്നാപകന് ജനത്തോട് മാനസാന്തരത്തെ പറ്റി വിളിച്ചു പറയുകയാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണമെന്നാണ് അവിടെ പറയുവാനിടയായത്. അനേക കാര്യങ്ങള് വിളിച്ചു പറഞ്ഞിട്ട് മാനസാന്തരപ്പെടുവാനുള്ള ഒരു ആഹ്വാനം, മാനസാന്തര യോഗ്യമായ ഒരു ഫലം എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിൽ തന്നെ ഫലവുമുണ്ട് എന്നത് ഇതിൽ കൂടി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കർത്താവ് നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നത് കർത്താവിന് വേണ്ടി ഫലം കൊടുക്കുന്നവരായിരിക്കണം. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞിട്ട് കർത്താവ് നമ്മെപ്പറ്റി എന്താണോ ആഗ്രഹിക്കുന്നത് ആ നിലയിൽ നാം കർത്താവിന് വേണ്ടി ഫലം കൊടുക്കണം. നാം ആയിരിക്കുന്ന ഏടുകൾ ഏത് സ്ഥലങ്ങളിലായാലും, ജോലിയിലായിരിക്കാം, യാത്രയിലായിരിക്കാം, ഓഫീസിലായിരിക്കാം, കമ്പനിയിലായിരിക്കാം, ലഭിക്കുന്ന സമയങ്ങളൊക്കെ കർത്താവിന്റെ ഒരു മഹിമ കണ്ട സാക്ഷിയായി തീരുക എന്നുള്ളത് ഒരു ദൈവന്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ്. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ അരുമനാഥനാകുന്ന യേശു കർത്താവിന്റെ 2-ാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ അനേകരെ മാനസാന്തരപ്പെടുത്തുവാൻ, അനേകരോട് യേശുവിനെ പറ്റി പറയുവാൻ നമുക്ക് ദൈവം തരുന്ന സമയങ്ങൾ നാം ദൈവനാമ മഹത്വത്തിനു വേണ്ടി വിനിയോഗിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യത്തില് പത്രോസ് ജനത്തോട്, അവിടെ കൂടി വന്നതായ ജനം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെട്ട്, ഒന്നാമതായി പറയുക, നിങ്ങൾ മാനസാന്തരപ്പെട്ട്. 2, നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിയും. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നിച്ച് അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടിയിരുന്നപ്പോൾ പെട്ടെന്ന് കൂടി കാറ്റടിക്കുന്ന പോലെ ഒരു ആത്മാവിന്റെ പകർച്ച അവിടെ ഉണ്ടായതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ജനം കർത്താവിന്റെ വചനം കേൾക്കുവാനുള്ള വെമ്പൽ, ആദിയായ ആ ഒരു ആഹ്വാനം, ആ ഒരു ദൈവീയമായ വചനം കേൾക്കുവാൻ വേണ്ടി ജനം കൂടി വരുവാനായിട്ടിടയായി. വചനത്തിന്റേതാകുന്ന ആഴമേറിയ ദൂതുകള് പത്രോസ് വിളിച്ചു പറഞ്ഞപ്പോൾ ജനം ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴൊക്കെ ഒറ്റൊരു മറുപടിയാണ്, നിങ്ങള് മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. മാനസാന്തരം എന്നുള്ളത് ഒരു വ്യക്തിയുടെ ജീവിതത്തില് ഏറ്റവും വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു കാര്യമാണ്. മനസ്സിനൊരു മാറ്റം വരണം. മാനസികമായി ദൈവം ആഗ്രഹിക്കുന്ന അളവില് കർത്താവിന് വേണ്ടി നാം പ്രയോജനപ്പെട്ടെങ്കിൽ മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തില് നമ്മള് മാനസാന്തരത്തെ പറ്റിയുള്ള ചില കാര്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. 15-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളില് നഷ്ടപ്പെട്ട ഒരാടിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടതാകുന്ന ഒരാട്, 100 ആടുകൾ ഉണ്ടായിരുന്നു. ആടിനെ വളരെ പ്രതീക്ഷയോടെ ഉത്സാഹത്തോടെ കൊണ്ടുപോയി തീറ്റയെല്ലാം കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ 100 ആടില് ഒരാട് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്ര വിഷമമാണ് അദ്ദേഹത്തിന്. ഇത്രയുണ്ടല്ലോ, 98 ഉണ്ടല്ലോ, അത് മതി എന്ന് ചിന്തിക്കാമായിരുന്നു. ഇല്ല, പക്ഷേ ആ 100നെയും അവിടെ നിർത്തിയിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ, വളരെ പ്രതീക്ഷയോടുകൂടി ആ നഷ്ടപ്പെട്ടതിനെ തേടി പോവുകയാണ്. ഹല്ലേലൂയ.
നഷ്ടപ്പെട്ടത് അവിടെ കിടക്കട്ടെ. അവന്റെ കുരുത്തക്കേട് കൊണ്ടല്ലേ, അവൻ ഞാൻ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ടല്ലേ, അവൻ ഞങ്ങളുടെ കൂടെ വരേണ്ട സമയത്ത് വന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ, അവൻ അങ്ങനെ തന്നെ നിക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ആ മനുഷ്യന്, ആ ഇടയന് ഒരുപക്ഷെ അങ്ങ് മാറിപ്പോകാമായിരുന്നു. 198 നമ്മുടെ കയ്യിൽ, 99 നമ്മുടെ കയ്യിലുണ്ടല്ലോ, 100, ആ ഒന്ന് അവിടെ പോട്ടെ, അതിനെ തേടി ഇനി എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ മാറിയില്ല. ആ 99 അവിടെ ആക്കിയിട്ട് നഷ്ടപ്പെട്ടതിനെ തേടി പോകുക. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ട് നമ്മുടെ യേശുപ്പത്തിന്റെ സ്നേഹം എത്ര വലുതാ. നഷ്ടപ്പെട്ടവരാകുന്ന പാപത്തില്, ശാപത്തില്, പൈശാചിക ബന്ധനത്തിലൊക്കെ അകപ്പെട്ടതായ നമ്മെ തേടി വന്ന് വിടുവിച്ച ദൈവകൃപ എത്ര വലുതാണെന്നറിയാം. ഏദൻ പൂങ്കാവനത്തിൽ നടന്ന സംഭവം, മനുഷ്യൻ പാപം ചെയ്തതിനു മുമ്പും ദൈവം തന്റെ മക്കളെ തേടി ഏദൻ പൂങ്കാവനത്തിലേക്ക് ഇറങ്ങി വരുമായിരുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ ദൈവം എല്ലാ ദിവസവും മനുഷ്യനുമായി സംസാരിക്കുവാൻ, അവർ തമ്മിലുള്ള ആ ദൈവീയ സ്നേഹബന്ധം എത്ര വലുതാണ്. അകപ്പെ ആ ദൈവസ്നേഹം എത്ര വലുതാണെന്നറിയാമോ. ഈ ലോകത്ത് പലവിധമായ സ്നേഹമുണ്ടെങ്കിൽ തന്നെ ആ സ്നേഹത്തിനെല്ലാം ഒരു പരിമിതി ഉള്ളപ്പോൾ ദൈവീകമായ സ്നേഹം എത്ര വലുതാണെന്നറിയാമോ. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ സ്നേഹം, ആ അകപ്പെ, ആ ദൈവ കൃപ എത്ര വലുതാണെന്നറിയാമോ. സ്തോത്രം. ഹല്ലേലൂയ. ഏത് സമയത്തും അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് പൂർണ്ണ പ്രാഗൽഭ്യം തന്നിട്ടുണ്ട്. ഒരു തിങ്കളാഴ്ച ദിവസമോ അല്ലെങ്കിൽ ഒരു ഞായറാഴ്ചയോ വെള്ളിയോ ബുധനോ മാത്രമേ നിങ്ങൾ എന്റെ അടുക്കൽ വരാവൂ. എന്റെ അടുക്കൽ വരുന്നതിന് പ്രത്യേക അപ്പോയിന്റ്മെന്റ് എടുക്കണമെന്നും പ്രത്യേകമായ ഒരു കാര്യങ്ങളൊന്നും എന്റെ കർത്താവ് പറയുന്നുണ്ട്. ഏതു സമയത്തും നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ കർത്താവ് നമുക്ക് പൂർണ്ണ പ്രാഗൽഭ്യം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മനുഷ്യൻ തെറ്റു ചെയ്തപ്പോഴും പാപം ചെയ്തപ്പോഴും തന്റെ മക്കളെ തേടി എന്റെ കർത്താവ് ഏദൻ പൂങ്കാവനത്തിലേക്ക് ഇറങ്ങി വരുന്നു. മനുഷ്യനായ നമ്മുടെ പതിവുകൾ മാറുമ്പോൾ, നമ്മുടെ പതിവ് പലപ്പോഴും തെറ്റാറില്ലേ. പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ഉപവാസത്തിന്റെയും ദൈവവുമായുള്ള ബന്ധങ്ങളൊക്കെ പലപ്പോഴും മാറിയാലും പതിവ് തെറ്റാതെ നമ്മെ തേടി വന്ന് എന്റെ മോനെ, എന്റെ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തേടി വന്ന് നമ്മെ വിടുവിച്ച, നമ്മെ രക്ഷിച്ച നമ്മുടെ കർത്താവിന്റെ സ്നേഹം എത്ര വലുതാന്നല്ലോ. നാം തേടി ചെല്ലുന്നതിനേക്കാൾ ഉപരിയായി നമ്മെ തേടി വന്ന് മാർവോ ണച്ച് നമ്മുടെ ഉള്ളിൽ ബലം നൽകി, നമ്മുടെ ഉള്ളിൽ ധൈര്യം നൽകി. ഹല്ലേലൂയ. ഇന്നും ബലപ്പെടുത്തിയ ദൈവകൃപ എത്ര വലുതാണെന്നറിയാമോ. ആർക്കും വേണ്ടാത്തവരായി, ഒന്നിനും കഴിവില്ലാതെ, ഒന്നിനും കൊള്ളാത്തവരായി ലോകം പുച്ഛിച്ച് തള്ളിയപ്പോൾ തേടി വന്ന് പിടിപ്പിച്ച ദൈവകൃപ എത്ര വലുതാണെന്നറിയാമോ. ഇന്ന് നാം ആയിരിക്കുന്ന നമ്മുടെ കഴിവല്ല, മിടുക്കല്ല, ദൈവം തമ്പുരാന്റെ കൃപയൊന്ന് മാത്രമാണ്. നീ പ്രാർത്ഥന ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലിൽ കൂടി ഞങ്ങളെ ശ്രമിക്കുന്ന എന്റെ ആത്മാർത്ഥ സ്നേഹിതന്മാരെ, നമ്മെ തേടി വന്ന കർത്താവിന്റെ സ്നേഹം എത്ര വലുതാണെന്നറിയാമോ. ആ 99 അവിടെ നിർത്തിയിട്ട് നഷ്ടപ്പെട്ട ആ ഒരു ആടിനെ തേടി പോകുക. ആ ആടിനെ കിട്ടിയപ്പോഴുണ്ടല്ലോ, നഷ്ടപ്പെട്ടതിനെ കിട്ടിയപ്പോൾ എല്ലാവരെയും വിളിച്ചു കൂട്ടി സന്തോഷിക്കുക. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുകയാണ്, എല്ലാവരെയും സ്നേഹിതന്മാരെയും പ്രിയപ്പെട്ടവരെയും എല്ലാം വിളിച്ചു കൂട്ടി സന്തോഷിച്ച് അവിടെ നമ്മൾ വായിക്കുന്നു, മാനസാന്തരപ്പെടുന്ന ഒരു പാവിയെ ചൊല്ലി സ്വർഗത്തില് അധികം സന്തോഷമുണ്ടാകും. ഹല്ലേലൂയ. സ്വർഗം സന്തോഷിക്കുന്ന നിമിഷങ്ങൾ. നഷ്ടപ്പെട്ടത് തേടി വന്ന്, നഷ്ടപ്പെട്ടതിനെ തേടിയെടുത്തപ്പോൾ, നഷ്ടപ്പെട്ടത് മടങ്ങി വന്നപ്പോൾ അവർക്കുണ്ടായ സന്തോഷം എത്ര വലുതാണെന്നറിയാമോ. അതുപോലെ ഹല്ലേലൂയ, മാനസാന്തരപ്പെടുന്ന ഒരു പാപി മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് മടങ്ങി വന്നപ്പോൾ സ്വർഗത്തിൽ ദൂതന്മാര് സന്തോഷിപ്പാടെയായി. ഈ 15-ാമത്തെ അധ്യായത്തില് ഒന്ന് നഷ്ടപ്പെട്ട ആടിനെ പറ്റി നമ്മൾ വായിക്കുന്നു. ആ കാര്യമാണ് നമ്മളിപ്പോൾ പറയുവാടെയായത്. രണ്ടാമതായി അതിന് 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നഷ്ടപ്പെട്ട ദ്രഹ്മയെപ്പറ്റി നമ്മൾ വായിക്കുക. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു, അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. വളരെ ഭദ്രതയോടെ സൂക്ഷിക്കേണ്ടത്, വളരെ കരുതലോടുകൂടി സൂക്ഷിക്കേണ്ടതായിരുന്നു. പക്ഷേ അതിലൊന്നങ്ങ് നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടപ്പോൾ വളരെ വേദനയുണ്ടായി, വളരെ പ്രയാസമുണ്ടായി. അവൾ എന്ത് ചെയ്യുന്നറിയാമോ, വീട് മൊത്തം അടിച്ചു തൂത്ത് വാരി നോക്കിയിട്ടൊന്നും അത് കിട്ടുന്നില്ല. വളരെ പ്രയാസം. അവസാനം അത് കണ്ടു കിട്ടിയപ്പോഴുണ്ടല്ലോ, എത്രയോ സന്തോഷമായെന്നറിയാമോ. അയൽക്കാരത്തികളെല്ലാം വിളിച്ചുകൂട്ടി, കാണാതെ പോയ ദ്രഹ്മ കണ്ടു കിട്ടിയിരിക്കുന്നു, എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ടത് ആ 10 ദ്രഹ്മയില് ഒന്ന് നഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, 9 ഉണ്ടല്ലോ, ഇത് മതിയെന്ന് ചിന്തിച്ചില്ല. ആ നഷ്ടപ്പെട്ടത് കൂടി വളരെ കാര്യമായിട്ട് സൂക്ഷ്മതയോടുകൂടി അന്വേഷിച്ച് അത് കിട്ടിയപ്പോൾ അവർക്ക് മാത്രമല്ല സന്തോഷം, അടുത്തുള്ളവരെല്ലാം വിളിച്ചുകൂട്ടി അവളോടുകൂടി അവര് സന്തോഷിക്കുകയാണ്. അവിടെയും നമ്മൾ വായിക്കുന്നു, അങ്ങനെ തന്നെ
മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ഒന്ന് നഷ്ടപ്പെട്ട ആട്, രണ്ട് നഷ്ടപ്പെട്ട ദ്രഹ്മ. ഹല്ലേലൂയ. ആമേ. ദൈവദൂതന്മാരുടെ ഇടയിലുള്ള ആ സന്തോഷം എത്ര വലുതാണെന്നറിയാമോ? മടങ്ങി വന്നാൽ, കർത്താവിലേക്ക് മടങ്ങി വന്നാൽ, ആമേ ഹല്ലേലൂയ, ദൈവം നമുക്ക് എത്രയോ അവസരങ്ങൾ തന്നിട്ടുണ്ട്. പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയ എത്രയോ പ്രിയപ്പെട്ടവരെ ഒരു സമയത്ത് കർത്താവുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. പ്രാർത്ഥന, ആരാധന, ദൈവദിന ശുശ്രൂഷ എല്ലാത്തിനും മുൻപന്തിയിൽ നിന്ന് എത്രയോ പ്രിയപ്പെട്ടവര് ആമേ ദൈവസന്നിധിയിൽ മാറിപ്പോയ ഒത്തിരിയും പേരുടെ ചരിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. നേരിൽ പലരെയും അറിയാം. ആമെ. പലപ്പോഴും ദൈവം അവർക്ക് അവസരങ്ങൾ കൊടുത്ത് അനേകരും മടങ്ങി വന്നതായ അനുഭവങ്ങളും എനിക്കറിയാം. ഹല്ലേലൂയ. ആമെ. കർത്താവ് ക്ഷമയോടെ കാത്തിരിക്കുന്ന ദൈവമാ. നമ്മൾ ഇന്നും മടങ്ങി വരും. ഹല്ലേലൂയ. പണ്ടൊക്കെ നമ്മൾ പരസ്യങ്ങളിലൊക്കെ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ആമെ. സ്തോത്രം. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ, ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ, രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ, രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളി കേട്ടവരായ നാം, ദൈവത്തിൽ നിന്ന് അകന്നുപോയവരായ നാം, നമ്മെ കർത്താവ് തേടി ഇരിക്കുകയാണ്. നമ്മൾ മടങ്ങി വരും. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങി വരും. സ്നേഹത്തോടെ ഒരു പിതാവ് കാത്തിരിക്കുന്നത് പോലെ അരുമനാഥനെന്ന കർത്താവ് നമ്മെ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. പാപത്തിന്റെ ആഴത്തില് പാപത്തില് നഷ്ടപ്പെട്ടു പോയത് ഒരിക്കലും തിരികെ വരുത്തില്ല, ഒരിക്കലും മടങ്ങി വരുത്തില്ല എന്ന് പോലും ലോകം മൊത്തം വിധി എഴുതിയ സ്ഥാനത്ത് അരുമനാഥനെന്ന കർത്താവ് കാത്തിരിക്കുക. നമ്മൾ മടങ്ങി വരും. ഹല്ലേലൂയ. ഈ ലൈവിൽ കൂടി കേൾക്കുന്ന ദൈവനെ കേൾക്കുന്ന സുഹൃത്തെ, സ്നേഹിത, ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തി ലോക ഇമ്പങ്ങളിലേക്കാണോ നീ വിരിഞ്ഞു പോയിരിക്കുന്നത്? ആമേ. ഹല്ലേലൂയ. ലോകത്തിലെ ഇമ്പങ്ങൾ പലപ്പോഴും നിന്നെ മാടി പിടിച്ചു. ലോകത്തിലെ ഇമ്പങ്ങളിൽ നീ അകപ്പെട്ടിരിക്കുകയായിരിക്കാം. ഒരിക്കലും മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി ജീവിതം പോലും അവസാനിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തായ എത്രയോ ജീവിതങ്ങള് യേശുവിന്റെ വാക്ക് കേട്ട് മടങ്ങി വന്നതായ എത്രയോ അനുഭവങ്ങളുണ്ട്. രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുക. ആ കർത്താവിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നു. ഒന്ന് നഷ്ടപ്പെട്ട ആട്, രണ്ട് നഷ്ടപ്പെട്ട ദ്രഹ്മ. നഷ്ടപ്പെട്ട ആടിനെ മടക്കി ലഭിച്ചു. നഷ്ടപ്പെട്ട ദ്രഹ്മ മടങ്ങി ലഭിക്കാനായിട്ടിടയായി. മൂന്നാമതായിട്ട് 15-ാമത്തെ അധ്യായം 11 മുതൽ 32 വാക്യങ്ങളില് നഷ്ടപ്പെട്ട ഒരു മകനെ പറ്റി നമ്മൾ വായിക്കുകയാണ്. ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. അതില് വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ കഴിയുന്ന ഒരു കുടുംബത്തില് ഒരു മകൻ പറയുകയാണ്, അപ്പാ എനിക്ക് എന്റെ സ്വത്ത് മുതലും എല്ലാം താ എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് ആ മകൻ വളരെ ദൂരം പോയെന്നാ വായിക്കും. വളരെ ദൂര സ്ഥലത്തേക്ക് പോയി. ഹല്ലേലൂയ. എത്ര വേദന ഉണ്ടായി കാണും. ഇത്രയും നാളും സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ഒരു വീട്ടിലായിരിക്കുമ്പോൾ നാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കാട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് നമ്മുടെ ഭവനങ്ങളായിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്റ്റഡിക്കൊക്കെ പല സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ 1, 2, 3 വർഷമൊക്കെ നമ്മളെ പിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് എത്ര വിഷമമായിരിക്കും. നമ്മളവരെ പഠിപ്പിക്കാനായിട്ട് പഠനത്തോടുള്ള ബന്ധത്തിൽ വിട്ടതാണ്, ജോലിക്ക് വേണ്ടി വിട്ടതാണ്. പക്ഷേ അവര് നമ്മളിൽ നിന്ന് ചില താൽക്കാലികമായി ഹല്ലേലൂയ അവര് ദൂരെ മാറി നിൽക്കുമ്പോഴൊക്കെ നമുക്ക് എത്ര വിഷമം ഉണ്ടായിരിക്കും. ഇതിനേക്കാൾ ഉപരിയായിട്ട് ഈ പിതാവിന്ന് ഉള്ള ആ മകന്റെ സ്വത്തും നന്മകളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് ദൂരേക്ക് പോയതായൊരു മകന് ഹല്ലേലൂയ സമ്പാദ്യമായിട്ട് മുമ്പോട്ട് ചെന്നപ്പോൾ ഇഷ്ടംപോലെ കൂട്ടുകാരെ കിട്ടി. ഉള്ള സമ്പത്തും നന്മകളെല്ലാം അടിച്ചു പൊളിച്ച് മൊത്തവും തീർത്ത് എല്ലാം ശൂന്യമായി. ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ കൂട്ടുകാർ ഇഷ്ടംപോലെ കാണും. നമ്മുടെ കാലം എല്ലാം ശൂന്യമാകുമ്പോഴുണ്ടല്ലോ ആരും നമ്മുടെ കൂടെ കാണുകയില്ല. ഹല്ലേലൂയ. ഒരിക്കല് ഒരു രാഷ്ട്രീയ പാർട്ടിയാകുന്ന ഒരു മനുഷ്യൻ പറയുവാണ്ടായി, രാഷ്ട്രീയത്തിന് വേണ്ടി ഞാൻ എന്റെ ശരീരവും മനസ്സും എന്റെ ആരോഗ്യവും എല്ലാം കളഞ്ഞ് ഒത്തിരി അധ്വാനിപ്പടയായി. എന്റെ വീട്ടിലെ കാര്യം നോക്കുവാൻ എനിക്ക് സമയമില്ലായിരുന്നു. നാട്ടുകാർക്ക് വേണ്ടി പാർട്ടിക്കാർക്ക് വേണ്ടി ഞാൻ ഒത്തിരി ഓടി. ഹല്ലേലൂയ.
മഴയെന്നോ വെയിലെന്നോ ഒന്നും നോക്കാതെ രാഷ്ട്രീയത്തിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി എല്ലാം ചെയ്യുവാനിടയായി. എന്റെ കൈ കൊണ്ട് ഒപ്പിട്ട് കൊടുത്ത് പലർക്കും ഉന്നതമേറിയ പല സ്ഥാനമാനങ്ങളൊക്കെ വരുവാനായിട്ടിടയായി. എന്നാൽ വർഷങ്ങൾ കഴിവ് പെട്ടെന്ന് ശാരീരികമായൊരു പ്രയാസം വന്നു. ശരീരം തളർന്നുപോയി. ഹല്ലേലൂയ. ശരീരം തളർന്നുപോയപ്പോഴും മനസ്സിനും വേദനയുണ്ടായി. കുറച്ചു നാളുകളൊക്കെ സ്നേഹിതന്മാരും കൂട്ടുകാരും ബന്ധക്കാരും ചർച്ചക്കാരും എല്ലാം വന്നു. എന്നാൽ കുറെ കൂടി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ എല്ലാരും അകന്നുപോയി. സാധു കൊച്ചുപേശു പാടിയതുപോലെ കണ്ടും കാണാതെ, കണ്ടിട്ടും കാണാതെ മാറിപ്പോകുന്നത് പോലെ കണ്ട പല ആൾക്കാരും കാണാത്ത രീതിയിൽ കണ്ടവർ പോലും കാണാതെ അഭിനയിച്ചു പോയതായ ചില അനുഭവങ്ങൾ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. ഇപ്പോൾ രാഷ്ട്രീയക്കാരില്ല, പാർട്ടിക്കാരില്ല, ബന്ധുമിത്രാദികള്, ചാർച്ചക്കാരുമില്ല. എല്ലാം ശൂന്യമായ ഒരു അവസ്ഥയിൽ ഒരു വീടിന്റെ ഒരു മൂലയ്ക്ക് ഒറ്റപ്പെട്ടതായ ഒരു അവസ്ഥ ആ മനുഷ്യന് കടന്നു വന്ന ഒരു അനുഭവം എന്നോട് പറയുവാനിടയായി. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കാട്ട്. ഇഷ്ടം പോലെ പൈസ ഉള്ളപ്പോൾ, സമ്പത്തുള്ളായപ്പോൾ ഇഷ്ടം പോലെ കൂട്ടുകാരും സുഹൃത്തുക്കളും ഉണ്ടായിരുന്ന ആ മനുഷ്യന് രാഷ്ട്രീയത്തിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി മഴയോ വെയിലോ ഒന്നും എല്ലാം നോക്കാതെ, എല്ലാം അധ്വാനിച്ച് വീട്ടുകാരെ നോക്കാനോ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും സമയമില്ലായിരുന്നു. തന്റെ സമയമെല്ലാം പാർട്ടിക്ക് വേണ്ടി ചെലവാക്കി അവസാന സമയത്ത് ശാരീരികമായി തളർന്നപ്പോൾ ആ സ്നേഹിതന്മാരെല്ലാം ദൂരെ മാറിപ്പോയി. ആരുമില്ലാതിരിക്കുന്ന ആ നിമിഷം, ഹല്ലേലൂയ, എത്രയോ വേദനയുടെ നിമിഷങ്ങളാണ്. ഈ ലൈവിൽ കൂടി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒറ്റപ്പെടലിന്റെ അവസ്ഥകൾ ഉണ്ടായിട്ടില്ലേ? നിരാശയുടെ അവസ്ഥകൾ വന്നിട്ടില്ലേ? വേദനയുടെ അവസ്ഥകൾ വന്നിട്ടില്ലേ? പലരും നമ്മളെ ഒറ്റപ്പെടുത്തി കളഞ്ഞതായ എത്രയോ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. ഈ പിതാവിന്റെ മകൻ നഷ്ടപ്പെട്ടപ്പോൾ പിതാവിന് എത്രയോ വേദനയാണ്. ഒന്നോ രണ്ടോ ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരു ക്യാമ്പിന് പോകുന്നത് പോലെ 2-3 ദിവസത്തിലേക്കൊന്നുമല്ല പോയത്. നീണ്ട ചില നാളുകൾ ആ മകൻ പിരിഞ്ഞു പോയപ്പോൾ ആ പിതാവിന് എത്ര വിഷമമുണ്ട്. ആ പിതാവിന് അറിയാം, എന്റെ മകൻ മടങ്ങി വരും, എന്റെ മകൻ ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങി വരും. ഹല്ലേലൂയ. ആ പാട്ടിൽ ഞാൻ പാടിയതുപോലെ രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുക. നമ്മൾ മടങ്ങി വരും. കർത്താവിലേക്കൊന്ന് മടങ്ങി വാ. കർത്താവിന്റെ അടുക്കിലേക്കൊന്ന് മടങ്ങി വാ. ഒരുപക്ഷെ ദൂരെ ആയിരിക്കാം, ദൈവമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു അവസ്ഥയിൽ കൂടിയായിരിക്കാം സ്നേഹിത നീ കടന്നു പോയിരുന്നത്. നല്ല പിതാവ് കാത്തിരിക്കുക. നീ മടങ്ങി വരും, ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങി വരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു പിതാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാരും പറഞ്ഞു, ഇനി ഇത്രയും നാളായിട്ട് നിങ്ങൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കണ്ണുനീരൊഴുക്കുന്നു, ഇന്ന് വരെ നിങ്ങളുടെ മോൻ വന്നിട്ടില്ലല്ലോ. ഇനി ഒരിക്കലും വരുത്തില്ല. അവന്റെ നന്മകളെല്ലാം കൂട്ടുകാരുമായിട്ട് ഒന്നിച്ച് ദൂർത്തടിച്ച് എല്ലാം നഷ്ടപ്പെട്ട് ഒരു നല്ല ആഹാരം പോലും കഴിക്കുവാനില്ലാത്ത ഒരവസ്ഥയിൽ കൂടി കടന്നുപോയപ്പോൾ അവൻ ഓർക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ. അവന്റെ അപ്പന്റെ കുടുംബത്തെ പറ്റി ഓർക്കുവാനിടയായി. അവന് സുബോധം വന്നു നമ്മൾ വായിക്കുക. അവൻ അവനിലേക്ക് മടങ്ങി വന്നതാ വായിക്കുക. അവനിലേക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ. ഒന്നും മടങ്ങി വരുമ്പോൾ മാനസാന്തരം എന്ന് പറയുമ്പോൾ അവനിലേക്ക് മടങ്ങി വരിക, കർത്താവിലേക്കൊന്ന് മടങ്ങി വരുന്നത് പോലെ അവനും ബോധം വന്നപ്പോൾ, സുബോധം വന്നപ്പോൾ അവൻ തന്റെ വീടിനെ പറ്റി ചിന്തിപ്പാടയായി, തന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ പറ്റി ചിന്തിപ്പാടയായി, അവർ കഴിക്കുന്ന ആഹാരത്തെ പറ്റി ചിന്തിപ്പാടയായി, അവർ സന്തോഷിക്കുന്ന അനുഭവത്തെ പറ്റി ചിന്തിപ്പാടയായി. അവൻ ചിന്തിക്കുക, ഞാൻ എന്റെ അപ്പയുടെ അടുക്കലേക്ക് മടങ്ങി വരും. ഹല്ലേലൂയ. അവന് സുബോധം വന്നു കഴിഞ്ഞപ്പോൾ, അവന് ബോധം തെളിഞ്ഞപ്പോൾ, അവന് സുബോധം വന്നപ്പോൾ അവന് മനസ്സിലായി, ഞാൻ എന്റെ അപ്പന്റെ അടുക്കിലേക്ക് ഒന്നും മടങ്ങി ചെല്ലും. ഹല്ലേലൂയ. ഞാൻ പാടിയ പാട്ട് പോലെ രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുക, അപ്പൻ കാത്തിരിക്കുക, മകന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. ഇന്ന് രാത്രികാലം ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ. നഷ്ടപ്പെട്ട വിഷയങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അത് മടങ്ങി വരും നിശ്ചയം. അതിനായി കാത്തിരിക്കുക. അത് വൈകിയാലും അത് വരും നിശ്ചയം. ഹല്ലേലൂയ. കർത്താവേ, ചില വിഷയങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഒരിക്കലും അത് മടങ്ങി വരത്തില്ല. മരിച്ചു 4 നാളായി നാറ്റം വെച്ചു. ഒരിക്കലും ഒരു വിടുതലുണ്ടാകത്തില്ല. മറിയേ, മാർത്തേ, പല ചോദ്യങ്ങളുടെ മുമ്പിൽ വല്ലാതെ വേദനപ്പെട്ടിരിക്കുക. മറുപടി പോലും കൊടുക്കാൻ പറ്റാതെ നിരാശയിലായിരിക്കുക. പലരും ചോദിക്കുന്നു, സന്തോഷത്തിന്റെ അവസ്ഥയിൽ യേശു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ സമയത്ത് യേശു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, എന്നാ ദീനമായി കിടന്നെന്ന് അറിഞ്ഞിട്ട് പോലും ആ യേശു വന്നില്ലല്ലോ. ഇത്രയും നാളായി മരിച്ചു 4 നാളായി നാറ്റം വെച്ചിട്ടും യേശു വന്നില്ലല്ലോ. എന്നുപോലും ലോകം വിധി എഴുതിയ സ്ഥാനത്ത് മരിച്ചു 4 നാളായി നാറ്റം വെച്ച നിമിഷ എന്റെ കർത്താവ് അരികിലേക്ക് വരികയാ. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വേദനപ്പെടേണ്ട ആവശ്യമില്ല. ചില നഷ്ടപ്പെട്ടതിനെ ദൈവം മടക്കി തരുവാൻ ശക്തനാണ്. ഏതെല്ലാം വിഷയത്തിന് മുമ്പിലാണോ മാതാവേ, പിതാവേ വേദനപ്പെടുന്നത്, ആ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും.
പ്രവർത്തിക്കാൻ വേണ്ടി പോകുക. നീ കരയുന്ന ചില വിഷയത്തിന് മേല്, നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് മേല്, നീ ഉപവസിക്കുന്ന ചില വിഷയത്തിന് മേല് ദൈവം തമ്പുരാൻ പ്രവർത്തിക്കുമെന്ന് യാതൊരു സംശയമില്ല. ഒരു മാതാപിതാവിന്റെ കുഞ്ഞ് ആത്മീയ മണ്ഡലത്തിൽ നിന്ന് അവൻ നഷ്ടപ്പെട്ടു പോകേണ്ടയായി, അവന്റെ ആത്മീയ ജീവിതം എല്ലാം നഷ്ടപ്പെട്ട് അവൻ ലോകമെങ്ങിലേക്ക് തീരുവാണ്ടയായി. മാതാപിതാക്കൾ വളരെ വേദന തോന്നി, വളരെ വിഷമം തോന്നി. ദീർഘനാളുകള് ആ മാതാവും പിതാവും കരങ്ങൾ കോർത്തു പിടിച്ച ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിപ്പാടയായി. ഹല്ലേലൂയ. ദൈവം അവനെ മടക്കി കൊണ്ടുവന്നു. ഇന്ന് കർത്താവിന്റെ വേലയിൽ ശക്തമേറിയ നിലയിൽ ദൈവം ആ മകനെ മാനിപ്പാനായിട്ടിടയായി. ഹല്ലേലൂയ. ഒരിക്കലും ശരിയാകത്തില്ല, മടങ്ങി വരുത്തില്ല എന്ന് ലോകക്കാർ, ബന്ധക്കാർ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞാലോ മടങ്ങി വരും നിശ്ചയമാണ്. ആമ ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടു. സമയം തെറ്റുകയില്ല. അത് വൈകിയാൽ വരും നിശ്ചയം. അതിനായി കാത്തിരിക്ക. നഷ്ടപ്പെട്ട മകനുണ്ടല്ലോ, അവന് സുബോധം വന്നു. അവനിലേക്ക് മടങ്ങി വന്നിട്ട് അവൻ ആ പിതാവിന്റെ അടുക്കിലേക്ക് വരികയാ. ആമെ ദൂരെ നിന്ന് കണ്ടപ്പോഴുണ്ടല്ലോ, ആ ദൂരെ നിന്ന് ആ മകനെ കണ്ടപ്പോൾ ആ പിതാവിന്റെ സന്തോഷം എത്ര വലുതാണെന്നറിയാമോ? അവനെ കണ്ട് മനസ്സലിഞ്ഞെന്നാ വായിക്കുന്നത്. സ്തോത്ര. എടാ കുരുത്ത് കെട്ട ചെറുക്ക, നീ എന്താ, നീ നിന്റെ ഇഷ്ടപ്രകാരം പോയതല്ലേ? ആമെ ആ പിതാവ് ദേഷ്യത്തോടോ, കുരുത്തക്ക് ആമെ ദേഷ്യത്തോടോ, ആമെ വെറുപ്പിനോടോ, പകയോടോ, വിദ്വേഷത്തോടോ ഒന്നും ഇരുന്നില്ല കേട്ടോ. ആ പിതാവ് എന്ത് ചെയ്യുന്നറിയാമോ? മനസ്സിലെ ആ വേദനകളും ഭാരങ്ങളും ഒക്കെ മാറിയ ഒരു അനുഭവം ആമൻ ദൂരത്തിൽ നിന്ന് കണ്ടപ്പോൾ അപ്പൻ അവനെ കണ്ടു മനസ്സലിഞ്ഞ് നമ്മൾ വായിക്കുന്നു. മനസ്സലിയുന്നൊരു പിതാവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആർക്കും മനസ്സലിഞ്ഞ് കർത്താവ് നമ്മളോട് മനസ്സലിയും. നയീം പട്ടണത്തിലെ ആമെ വിധവ കരയാണ്. ആമെ തന്റെ കുഞ്ഞിന്റെ മരണം എല്ലാവരും കരയണ്ട കരയണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലോ യേശു കണ്ടു മനസ്സലിഞ്ഞു. കരയണ്ട എന്ന് പറഞ്ഞപ്പോൾ എത്രയോ അനുഗ്രഹമാണെന്നറിയാമോ? എത്രയോ ആശ്വാസമാണെന്നറിയാമോ? നമ്മുടെ കർത്താവ് നമ്മോട് പറയാ, മോനെ കരയണ്ട. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മുടെ അരികിലേക്ക് വന്ന് പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. പ്രാർത്ഥന തുനിയിലേക്ക് എത്രയോ പ്രാർത്ഥന വിഷയങ്ങളാണെന്നറിയാമോ? അനേക ലോക വിവിധ രാജ്യങ്ങൾ അനേക പ്രാർത്ഥന വിഷയങ്ങളാണ് കടന്നു വരുവാടയാകുന്നത്. നീറിപ്പുകുന്ന അനേക വിഷയങ്ങൾ, ഒരിക്കലും വിഷയത്തിനൊരു മറുപടി കിട്ടാത്ത അനേക വിഷയങ്ങളാൽ അനേക പ്രാർത്ഥന വിഷയങ്ങളല്ലേ നമ്മുടെ ഗ്രൂപ്പുകളിൽ കടന്നു വരുന്നത്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളായ അനേക പ്രാർത്ഥനാ സഹാരികൾ അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച് ദൈവം നടത്തുന്ന, ദൈവം പിടിപ്പിച്ച് എത്രയോ വിധങ്ങളുണ്ടെന്നറിയാമോ? നമ്മുടെ കർത്താവിന് നമ്മളോട് മനസ്സലിയുന്ന ദൈവമാ. ആരും മനസ്സലിഞ്ഞ കർത്താവ് നമ്മളോട് മനസ്സലിയും. ആമേ ഹല്ലേലൂയ. ദൈവം നമ്മുടെ അരികിലേക്ക് വന്ന് നമ്മെ ധൈര്യപ്പെടുത്തിയ കൃപ എത്ര വലുതാണെന്നറിയാമോ? അപ്പൻ അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു, ഓടിച്ചെന്നു. അപ്പൻ അവന്റെ മനസ്സിൽ പല ചോദ്യങ്ങൾ. അയ്യോ, പപ്പ വരുവോ, മമ്മി വരുവോ, എന്നെ മൈൻഡ് ചെയ്യുവോ, ഞാന് സ്വത്തും മധുരം എല്ലാം വാങ്ങിച്ച് അത് ഇരട്ടിയായിട്ടല്ലല്ലോ, അതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടല്ലേ വരുന്നത്. ആമേ ഹല്ലേലൂയ. നഷ്ടപ്പെടുത്തിയിട്ടല്ലേ വരുന്നത്. എന്നോട് സഹതാപം തോന്നുമെന്ന് പല ചോദ്യങ്ങൾ അവിടെ മുമ്പിലുണ്ട് കേട്ടോ. ആമേ ഹല്ലേലൂയ. എന്നാൽ എല്ലാ ചോദ്യങ്ങൾക്ക് ഒറ്റ മറുപടിയായിട്ട് അപ്പൻ ദൂരത്ത് നിന്ന് കണ്ടപ്പോഴുണ്ടല്ലോ, അപ്പൻ ഓടിച്ചെന്ന് അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലല്ല ചില ദൈവ പ്രവർത്തികൾ കഴിഞ്ഞ നാളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത എത്രയോ വിധങ്ങളുണ്ട്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കാട്ട്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി നടത്തിയ വിധങ്ങൾ എങ്ങനെയായിത്തീരും, എന്തായിത്തീരുമെന്ന് നമ്മൾ ചിന്തിച്ച എത്രയോ കാര്യങ്ങളാ ഈ യഹോവ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യപ്പെടുന്ന രീതിയിലാണ് ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പോലും ആശ്ചര്യപ്പെടും കേട്ടോ. കർത്താവേ, ഞാൻ എന്റെ ജീവിതം എന്തായിത്തീരും? പരീക്ഷയ്ക്കെല്ലാം പഠിച്ച് നല്ല വിജയമൊക്കെ ലഭിച്ചു. ബന്ധക്കാരും ചാർച്ചക്കാരും ഒക്കെ പറഞ്ഞതാ, കുഴപ്പമില്ല, ഞങ്ങൾ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ അവരെല്ലാം മറന്നുപോയില്ലേ? അവരെല്ലാം മറന്നില്ലേ? മറന്നതല്ല, ഒരുപക്ഷെ അവര് മറന്ന ദൈവം ഒരുപക്ഷെ മറപ്പിച്ചതായിരിക്കാം. നീ അവരെ എല്ലാം നോക്കരുത്, കർത്താവിലേക്ക് നോക്ക്. അവര് നിന്നെ സഹായിച്ച ലോകം മൊത്തം വിളിച്ചു പറയും. പക്ഷെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതുണ്ടല്ലോ. ഒരു കണ്ണ് കണ്ടില്ല, ഒരു ചെവി കേട്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ദൈവം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ലോകത്തെല്ലാം കൊട്ടിഘോഷിക്കുന്ന ദൈവമല്ല. ദൈവം തരാൻ പോകുന്നത് മാന്യമായ കാര്യങ്ങളാ. ദൈവം ചെയ്യാൻ പോകുന്നത് ശ്രേഷ്ഠമേറിയ കാര്യങ്ങളാ കേട്ടോ. നമ്മുടെ കർത്താവ് മനസ്സലിയുള്ള ദൈവമാ.
ആ മകനെ കണ്ടപ്പോഴുണ്ടല്ലോ ഓടിച്ചെന്ന് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്തിന് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഹല്ലേലൂയ. ആ പിതാവ് മാത്രമല്ല സന്തോഷിക്കുന്നത്, ആ എല്ലാരെയും വിളിച്ചു വരുത്തിയെന്ന് വായിക്കുന്നത്. നാട്ടുകാരെ, മൈലത്തുള്ളവരെല്ലാം വിളിച്ചു വരുത്തി അവരോട് പറയുക, ഈ സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേര്. അവിടെ ചില കാര്യങ്ങൾ പറയുക. ആ പിതാവ് ഒരു സാക്ഷ്യം പറയുകയാണ്, ഈ മകൻ മരിച്ചിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, ഇപ്പോൾ ഈ മകനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ആ പിതാവിന്റെ അഭിമാനത്തോട് പറയുക, മരിച്ചു, നഷ്ടപ്പെട്ടു, ഒരിക്കലും ഒരു മടങ്ങി വരെ ഉണ്ടാകത്തില്ലെന്ന് പോലും ഞാൻ ചിന്തിച്ചതാണ്. എന്നാൽ എന്റെ നഷ്ടപ്പെട്ട മകന്, മരിച്ചുപോയെന്ന് ചിന്തിച്ച മകന്, അവൻ ജീവിച്ചു, കാണാതെ പോയ മകനെ ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുക. സ്തോത്രം. ആ സന്തോഷം എത്ര വലുതാണെന്നറിയാമോ? കർത്താവിലേക്കൊന്നും മടങ്ങി വരുമ്പോൾ ഉള്ള സന്തോഷം. ഹല്ലേലൂയ. ധ്യാനിയും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിനും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ആമേ. ആ സംഗീതത്തിന് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ കഴിയുന്ന എത്രയോ ജീവിതങ്ങളുണ്ടെന്നറിയാമോ? എന്നാൽ യേശുവിനെ അറിഞ്ഞപ്പോൾ, യേശുവിനുള്ള സന്തോഷം അനുഭവിച്ചപ്പോൾ ഇന്നും അനുഭവിക്കുന്ന സന്തോഷം എത്ര വലുതാണെന്നറിയാമോ? മദ്യപാനിയാവുന്ന ഒരു മനുഷ്യന് ഇഷ്ടംപോലെ സമ്പാദ്യമുണ്ട്, ആമേ, കോടിക്കണക്കിന് സ്വത്തും മുതലുകളും എല്ലാം ഉണ്ട്, പക്ഷേ ജീവിതത്തിൽ ഒരു സമാധാനവും സ്വസ്ഥതയുമില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാടയായി. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ അവൻ പറയുകയാണ്, നീണ്ട അനേക വർഷത്തിന് ശേഷം ഞാൻ സുഖമായി ഒന്ന് കിടന്നുറങ്ങുവാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. ആമേ. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, ഒരു സമയത്ത് മദ്യപാനവും മയക്കുമരുന്നു, ആമേ, ബന്ധക്കാരെല്ലാരും കൂടി ഒന്നിച്ചിരുന്നു കൊണ്ട് വെള്ളമടിയും, ആമേ, സിഗരറ്റ് വലിയും ചീട്ടുകളിയും എല്ലാമായിരുന്നു. ആമേ, സ്തോത്രം. എന്നാൽ യേശു ഹൃദയത്തിലേക്ക് വന്നപ്പോൾ, യേശുവിൽ കൂടി സമാധാനം അനുഭവിച്ചപ്പോൾ അവര് പറയുകയാണ്, ഇന്ന് ആ ഏരിയ മുഴുവനും യേശുവിന്റെ മക്കളായി തീർന്നു. അവരൊരുമിച്ച് വീടുകളിൽ പ്രാർത്ഥനയുമായിരുന്നു. ഒരു സമയത്ത് മദ്യപാനത്തിന്റെയും അടിയും ബഹളവും വെല്ലുവിളിയും ആമെ നിലവിളിയുടെ ശബ്ദമായിരുന്നു. എന്നാൽ ആ ഏരിയ മുഴുവനും ആമെ, ആ കുടുംബങ്ങളെല്ലാം ദൈവം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ ആമെ, ആ ഏരിയയിൽ മുഴുവനും പ്രാർത്ഥന തുടങ്ങി, ആരാധന തുടങ്ങി. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ അന്തരീക്ഷം ആ ദേശത്ത് പോലും കടന്നു വരുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ അറിയുമ്പോൾ സന്തോഷം എത്ര വലുതാണെന്നറിയാമോ? ആമേ. ഹല്ലേലൂയ. ആമേ. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ അവിടെയൊക്കെ പറയുക, മാനസാന്തരപ്പെടുക. നീ മാനസാന്തരപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകത്ത് എന്തെല്ലാം നന്മകൾ നേടിയാൽ യേശുവില്ലാത്ത ജീവിതം ശൂന്യമാണ് കേട്ടോ. യേശുവില്ലാത്ത പടക് ശൂന്യമാണ്. എവിടെ ജോലിക്ക് പോയാലും, ഏതെല്ലാം നന്മയുടെ കൂടെ പോയാലും എപ്പോഴും ചിന്തിക്കുന്ന, കർത്താവേ, എന്റെ കർത്താവിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കണം, അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും കുലുങ്ങിപ്പോകില്ല. കർത്താവ് നമ്മുടെ മുമ്പിലുള്ള എത്ര സന്തോഷമെന്നറിയാമോ? മാനസാന്തരപ്പെടുവാൻ വേണ്ടി ദൈവം ചില അവസരങ്ങൾ ഒരുക്കും. ആമേൻ. ദൈവം സൃഷ്ടിച്ചതാകുന്ന, ദൈവം ഉണ്ടാക്കിയതായ മനുഷ്യന്, ആമേ, ഹല്ലേലൂയ, ആമേ, സ്തോത്രം, അവരൊക്കെ ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നു പോകുകയായി. മനുഷ്യന്റെ മ്ലേച്ഛത വളരുക. മനുഷ്യൻ പാപികളാ, പാപം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മ്ലേച്ഛത വലുതാണ്. മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിച്ചെന്ന, അയ്യോ കഷ്ടമായപ്പോൾ, യുവമാരെ ഒന്നൊക്കെ ഉണ്ടാക്കിയത് തന്നെ കഷ്ടമായപ്പോ, യുവമാരെ തന്നെ നിർമ്മിച്ചതിന് കഷ്ടമായപ്പോഴോ ദൈവം തന്നെ അനുദപിക്കുവാനിടയായി. എന്നാൽ മനുഷ്യനൊരു മടങ്ങി വരവിന് വേണ്ടി, ഒരു മാനസാന്തരത്തിന് വേണ്ടി ദൈവം നോഹയെ ഉപയോഗിക്കാനിടയായി. കൃപ ലഭിച്ച നോഹ ദേശത്തോട് ദൂതുകൾ വിളിച്ചു പറഞ്ഞു, മാനസാന്തരത്തിലെ ദൂതുകൾ വിളിച്ചു പറഞ്ഞു, നിങ്ങളൊന്ന് മടങ്ങി വന്നാട്ട്, നിങ്ങൾ മടങ്ങി വന്നില്ലെങ്കിൽ ജലപ്രളയം ഉണ്ടാകാൻ വേണ്ടി പോകുകയാണ്. നോഹയ ദൈവം കുറഞ്ഞ ദൂത് പ്രകാരം ദൂതുകൾ വിളിച്ചു പറഞ്ഞു, പെട്ടകം ഉണ്ടാക്കി. ആമേ, സ്തോത്രം. ആരും മടങ്ങി വന്നില്ല. ആമേൻ. തന്റെ കുടുംബത്തെ താൻ നേടുവാണയായി. ആമേ, ഹല്ലേലൂയ. ആമേൻ. തന്റെ കുടുംബത്തെ എങ്കിലും നേടുവാൻ തനിക്കൊരു ഭാഗ്യം ഉണ്ടാക്കുവാണയായി. എല്ലാവരും കളിയാക്കി, എല്ലാവരും പൂജിച്ചു. എന്താണ് ഈ വൃത്തനാകുന്ന ഈ വല്യപ്പച്ചൻ വിളിച്ചു എല്ലാവരും കളിയാക്കുവാനിടയായി. എന്നാൽ ജലപ്രളയം വന്ന് മനുഷ്യരാശി മുഴുവനും ചത്തൊടുങ്ങിയതായ രംഗം നമുക്കറിയാമല്ലോ. എന്നാൽ പെട്ടകത്തിനകത്ത് കയറി സുരക്ഷിതരായി ആമേൻ ദൈവം അവരെ പരിപാലിപ്പാനിടയായി. അപ്പൊ എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം ചില വാണിങ്ങൾ കൊടുക്കും. ദൈവം ഒന്ന് മടങ്ങി വരാൻ വേണ്ടി ചില അവസരങ്ങൾ കൊടുക്കും. ആ അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളയരുത്. ഹല്ലേലൂയ. നിനവേക്കാർ മാനസാന്തരപ്പെടുവാൻ വേണ്ടി ദൈവം യോനയെ വിടുക. സ്തോത്രം. നിനവേക്കാർക്ക് ഒരു മാനസാന്തരമാണ്. നിനവക്ക് കയറുന്ന മാനസാന്തരപ്പെടുവാൻ വേണ്ടി ദൈവം പ്രവാചകനാണ് യോനയെ വിടുക. പക്ഷേ അവിടെയും ശത്രുവിന്റെ പരിപാടി നോക്കിയാട്ട് നിനവേലോട്ട് എങ്ങനെയാ പോകുന്നത്? ആ ദേശത്ത് ഇത്രയും ദൂരം ഞാൻ എങ്ങനെ പോകുമെന്ന് തർസോസിലേക്ക് കപ്പൽ കയറുവാനിടയായി.
എത്തിക്കുവാനിടയായി. എന്നാൽ എത്തിക്കേണ്ടവനെ എത്തിക്കേണ്ട സമയത്ത് എത്തിക്കേണ്ട രീതിയിൽ എത്തിക്കേണ്ട ഇടത്ത് ദൈവം എത്തിക്കുവാനിടയായി. ചരിത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. യോനെ ദൈവം നിനവിലേക്ക് അയക്കുവാനിടയായി. യോനെ നിനവിലേക്ക് അയച്ച് നിനവക്കാർ മാനസാന്തരപ്പെടുവാനിടയായി. സ്തോത്രം. ദൈവം ചില അവസരങ്ങൾ ഒരുക്കിയ, ദൈവം ചില സാഹചര്യം ഒരുക്കിയ ആ അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയില്ല. ഇന്ന് രാത്രികാലം ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നത് നാം കർത്താവിലേക്ക് ഒന്നും മടങ്ങി വരണം. അതാണ് ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവിലേക്ക് മടങ്ങി വരുന്ന എത്ര സന്തോഷമെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, കള്ളന്മാരുടെ മധ്യത്തിലായി 2 കൈയും 2 കാലും ആണികൾ അടിക്കപ്പെട്ടവനായി, തലയിൽ മുൾക്കുതിയുടെ ധാരിയായി, ആമേൻ, കാൽവരി ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ നമുക്ക് ഒരു നിമിഷം ഒന്ന് ധ്യാനിക്കാം. നാം അടികൊള്ളേണ്ട സ്ഥാനത്ത് കർത്താവ് നമുക്ക് വേണ്ടി അടികൊള്ളുവാനിടയായി. ആമേൻ, ഓരോ അടി അടിക്കുമ്പോഴും എന്റെ കർത്താവിന്റെ ശരീര മാംസ കഷ്ണങ്ങൾ അടർന്ന് വീഴുകയാണ്. അവന്റെ രോമം പിടിതെടുക്കുകയായി. അവന്റെ കണ്ണത്തടിച്ചു അവനെ കാർക്കിച്ച് തുപ്പുകയാണ്. 2 കള്ളന്മാരുടെ മധ്യത്തിലായി നമുക്ക് വേണ്ടി പരകമായ യാഗമാകുന്ന കർത്താവിനെ നമുക്ക് ഒരു നിമിഷം ഒന്ന് ധ്യാനിച്ചു നോക്കിയാട്ട്. ആ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് എന്തിനാണെന്നറിയാമോ? അവരുടെ രക്തം നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ പാപത്തിന് നമ്മെ രക്ഷിക്കുക, നമ്മുടെ ശാപത്തിന് നമ്മെ രക്ഷിക്കുക. ആ കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായി ആ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുക. ഇന്ന് രാത്രികാല കർത്താവിലേക്കൊന്നും മടങ്ങി വന്നാട്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പേ കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തയ്യാറാണോ? അരുമനാഥന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. എന്താ ലേറ്റാ? ചിലരും കൂടി ഒന്ന് മാനസാന്തരപ്പെടാനുണ്ട്, ചിലരും കൂടി യേശുവിലേക്കൊന്ന് കടന്നു വരാനായിട്ടുണ്ട്. ഇനി അനേക യേശുവിനെ അറിയുവാനായിട്ട് ആമേ സന്ദർഭങ്ങൾ ദൈവം ഒരുങ്ങിയ കാലം അതിന്റെ അന്ത്യത്തിലേക്ക് കടന്നു വന്നിരിക്കുക. ആമേ ലക്ഷണങ്ങൾ യുദ്ധ സ്തുതികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ ഇവിടങ്ങളായിട്ട് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, കൊടുങ്കാറ്റുകൾ ഉണ്ടാക്കുന്നു. ആമേ പല സംഭവങ്ങളാണ് ദേശത്ത് കേൾക്കുന്ന. ഒരു വർത്തമാനം കൊണ്ട് ഒരാണ്ടിൽ ഒരു വർത്തമാനോ, പിറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനം കേൾക്കുമ്പോൾ, സാഹസിക കൃത്യം ദേശത്ത് നടക്കുമ്പോൾ, അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ധൈര്യം ക്ഷയിക്കരുത്, നിങ്ങൾ ഭയപ്പെടരുത്. എന്റെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം ഒരുക്കുക. കർത്താവിലേക്കൊന്ന് മടങ്ങി വന്നാട്ട്. ഹല്ലേലൂയ, ദൈവത്തിലേക്കൊന്ന് മടങ്ങി വന്നാട്ട്. പ്രാർത്ഥന പ്രേയർ ഗ്രൂപ്പിൽ അനേക പ്രാർത്ഥന വിഷയങ്ങളാണല്ലോ നമുക്ക് ലഭിക്കാറുള്ളത്. ആമേ, കഴിഞ്ഞ നാളിലൊക്കെ അനേക വിഷയങ്ങളെ ഓർത്ത് നാം ദൈവത്തിനെ പ്രാർത്ഥിപ്പാണ്ടയായല്ലോ. ഇന്ന് രാത്രിയിലും ദൈവം വലിയവ ചെയ്യുവാനായിട്ട് നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുക. അനേക പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തിന് മറുപടി ആമേ കാണുവാൻ ദൈവം ഭാഗ്യം നൽകിയല്ലോ. ഇന്ന് രാത്രികൾ നാം പ്രാർത്ഥിക്കുകയാണ്. ആമേ, ഹല്ലേലൂയ. ആമേ, ഷറഫിസിയം ജനറൽ പ്രസിഡന്റ് ആയിരിക്കുന്ന സാംസൺ പാസ്റ്ററിന്റെ ആമേ മോന് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് അല്പ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ആ പ്രിയ പൈതലിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരു പൂർണ്ണമായ സൗഖ്യം ഞങ്ങളുടെ പ്രിയ കുഞ്ഞിനെ മേ ദൈവം അയക്കണമേ. അങ്ങനെ അടിപ്പിണരുകളാ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ഓടുന്ന ദൈവത്തിന്റെ വചനം അയച്ച് അത്ഭുത സൗഖ്യം ആ പ്രിയ പൈതലിന്റെ മേല് ദൈവമേ അങ്ങ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരമയച്ച് വിടുവിക്കണമേ കർത്താവേ. പൂർണ്ണമായ സൗഖ്യം രാത്രികാലം ആ കുഞ്ഞിന്റെ മേല് ദൈവം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ, ഇന്നലെ അഹമ്മദാബാദിലായ ആമേ കരുണയായി ഏജി ചർച്ചിലെ ഒരു സഹോദരൻ വലിയൊരു അപകടം ഉണ്ടാകുകയായി. ആമേ, മറ്റൊരു വാഹനം ഇടിച്ച് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽപ്പെടാൻ പ്രിയ സഹോദരൻ കടന്നു പോകുന്നു. പൂർണ്ണമായ ഒരു സൗഖ്യം ആ പ്രിയ സഹോദരന്റെ മേല് ദൈവം അയക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. ആമേ, ഹല്ലേലൂയ. ആമേ, സുജിത്ത് എന്നാണ് ആ സഹോദരന്റെ പേര്. പൂർണ്ണമായ ഒരു സൗഖ്യം ആ പ്രിയപ്പെട്ട സഹോദരനെ ദൈവം അയക്കുക. ഞങ്ങൾ ഒരുമിച്ച് ബ്രദർ സുജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവെ, അത്ഭുതമേറിയ സൗഖ്യം ഈ നിമിഷം തന്നെ പ്രിയ സുജിത്ത് ബ്രദറിന്റെ മേൽ ദൈവം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയോ പ്രാർത്ഥന വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ക്യാൻസർ രോഗത്താൽ കഴിയുന്നവരുണ്ട് കർത്താവെ, ബ്രെയിൻ ട്യൂമറാൽ കഴിയുന്നവരുണ്ട്. ആമേ, ശാരീരികമായ ശ്വാസമുട്ടലിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവെ, മഞ്ഞപ്പിത്തത്തിലാൽ കഴിയുന്നവരുണ്ട് കർത്താവെ. അങ്ങനെ അനേക പ്രാർത്ഥന വിഷയങ്ങൾ ആക്സിഡന്റ് മുഖാന്തരം ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിയുന്ന എത്രയോ ജീവിതങ്ങളുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് രാത്രികാലം പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ അടിപ്പിണരുകളാ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടല്ലോ കർത്താവേ.
ഹല്ലേലൂയ. പൂർണ്ണമായ സൗഖ്യം ഈ പ്രിയപ്പെട്ട മക്കളുടെ എല്ലാം ദൈവം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവെ, പ്രാർത്ഥന വിവിധ രാജ്യങ്ങൾ, അവിടെ എല്ലാ പ്രവർത്തനങ്ങളെ, എല്ലാ പ്രാർത്ഥന സഹായികളെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ദേശത്തിന് വേണ്ടി, ലോക രാജ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപത്തിൽ കഴിയുന്ന അനേകരുണ്ട് കർത്താവ്. മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമകളായി കഴിയുന്നവരുണ്ട്. ഞങ്ങൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ കർത്താവിലേക്ക് മടങ്ങി വരുവാ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാനവും കർത്താവ് അർപ്പിക്കുന്ന ലൈവിൽ കൂടി ദൈവനെ കേട്ട തുടർന്ന് കേൾക്കുവാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസങ്ങളൊക്കെ സൂക്ഷിക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ. സകലമാത്വം കർത്താവ് അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കരുണയെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയെക്കാളും നമ്മോട് ഈ ദൈവനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ മേലും എന്നും എന്നേക്കുണ്ടാകുമാറാകട്ടെ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥന എല്ലാ പ്രവർത്തകരെയും ലൈവിൽ കൂടി സേവിച്ചതാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ അവരെ ഏറ്റവും ആസനമായിരിക്കുന്നു. നമുക്ക് ഒരുക്കാം, മനേരെ കർത്താവിന് വേണ്ടി ഒരുക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ആമേൻ.